കുറേ നാളായാലും നമ്മളിങ്ങനെ കണ്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ എല്ലാവരും തിരക്കിലായിരിക്കും. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണതുകൊണ്ട് അതിൻ്റേതായ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്പുക്കുട്ടന് അംഗനവാടി വിടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംഗനവാടിയിൽ ഇന്ന് അവർക്ക് ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 2:30-ക്കാണ്. അപ്പോൾ 2:30 ആകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലണം. ചെന്നിട്ട് പിന്നെ അവരുടെ ഒപ്പം ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, കേക്ക് കെട്ടിയലും ഒക്കെ. അപ്പോൾ രാവിലെ ഞാൻ അമ്പുക്കുട്ടനെ ആക്കിയിട്ട് വന്നു. ഞാനിപ്പോൾ വീഡിയോ എടുത്തുന്ന ടൈമിൽ അച്ചുക്കുട്ടൻ വന്നിട്ടാ. അച്ചുക്കുട്ടൻ സ്കൂളൊക്കെ അടച്ചു അല്ലേ അച്ചു? പരീക്ഷ എങ്ങനെ ഉണ്ടായി? അപ്പം അച്ചുക്കുട്ടൻ ഇന്ന് എന്തായാലും സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട്. അച്ചുക്കുട്ടനെ അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ ഒപ്പം അംഗനവാടിയിൽ വരുന്നുണ്ട് അല്ലേ? ഇനി അപ്പം അച്ചുവിന് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കട്ടെ. അങ്ങനെ നമ്മളെന്താ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മളെവിടെയെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഞാൻ ചെല്ലുന്നത്. അങ്ങനെ കല്ലൂനെയും നമ്മുടെ അച്ചുക്കുട്ടനും ഞാനുമായിട്ട് ചെന്നിട്ടുണ്ട്. പിന്നെ ആ ടൈമായപ്പോൾ നിമോചേട്ടൻ വന്നായിരുന്നു വീട്ടിൽ ഫുഡ് കഴിക്കാൻ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ആക്കി തന്നിട്ട് ചേട്ടൻ ഫുഡ് കഴിക്കാൻ വീട്ടിലോട്ട് പോയി. അത് കഴിയുമ്പോൾ ചേട്ടൻ പോകുമെന്നും പറഞ്ഞ് ജോലിക്ക്. അപ്പോൾ ടീച്ചർ അവിടെ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവരുടെയും അമ്മമാരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ലാസ്റ്റ് എന്ന്. പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേച്ചിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ലാസ്റ്റായി പോയില്ല. അങ്ങനെ നമ്മളവിടെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അച്ചുമായിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്കും ടീച്ചർ പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്കുടെ ഗിഫ്റ്റുകളൊക്കെ കൈമാറാനായിട്ട് എല്ലാവരെയും വിളിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകളൊക്കെ കൈമാറുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഒരു ഉറക്കക്ഷീണം അതെല്ലാം കൂടി ഉണ്ടായതുകൊണ്ട് ആകപ്പാടെ മൊത്തത്തിലൊരു ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗിഫ്റ്റൊക്കെ കൈമാറി. അങ്ങനെ അമ്പുക്കുട്ടനാണെങ്കിലും ഗിഫ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആളും അമ്പുക്കുട്ടൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുവാണ്. അങ്ങനെ അമ്പുക്കുട്ടനും ഗിഫ്റ്റൊക്കെ ഷെയർ ചെയ്തിട്ടും പിന്നെ എൻ്റെ അടുത്തോട്ട് വന്നു. ഞാനും അപ്പോൾ അമ്പുക്കുട്ടനായിട്ട് പിന്നെ അവിടെ വന്നിരുന്നു. പിന്നെ അമ്പുക്കുട്ടനെ അത് പൊട്ടിച്ച് നോക്കണം എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് പൊട്ടിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇരുത്തി. പിന്നെ ഇതൊക്കെ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുമക്കളുടെ വീഡിയോസ് വലുതായി കഴിയുമ്പോൾ അവർക്കിതൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിലിരിക്കുവാണ്. ഗിഫ്റ്റുകളൊക്കെ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് കേക്ക് കട്ട് ചെയ്യാൻ പോവാം. വീട്ടിലെത്തി. അപ്പം അമ്പക്കുട്ടൻ്റെ ഗിഫ്റ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പൊട്ടിച്ച് നോക്കുവാണ് കേട്ടോ. അപ്പം നല്ലൊരു ഗിഫ്റ്റാണ് അമ്പക്കുട്ടന് കിട്ടിയത്. അതായത് പെൻസിലും ബുക്കും ക്രയോൺസും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു കിറ്റായിരുന്നേ. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അച്ചുക്കുട്ടൻ അമ്പവും കളിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ കല്ലുമോൾ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. കല്ലിന് ഉറക്കം വന്നിട്ട് ദേഷ്യമൊക്കെ വരിക. ഞാൻ കല്ലുമോൾ ഉറക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ.